ഒരുപാട് അടി കിട്ടിയിട്ടുള്ളതും ഈ മുടി വെട്ടണേനായിട്ട്. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ തനിയെ കാണാണ്ടൊക്കെ വെട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, ഷോർട്ടാക്കാൻ പോവാണ്. എനിക്ക് മുടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അങ്ങനെ പിന്നെ കട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വളർത്താമെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവം. എന്താ പറയുക, എനിക്കങ്ങനെ അത്ര താല്പര്യമില്ല. ഇങ്ങനെ മുടി കുറേ ഉള്ളതൊന്നും താല്പര്യമില്ല. ചെറുപ്പത്തിൽ ഒരുപാട് മുടിക്കുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമില്ല അങ്ങനെ വളർന്ന്. ഒരുപാട് അടി കിട്ടിയിട്ടുള്ളതും ഈ മുടി വെട്ടണേനായിട്ട്. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ തനിയെ കാണാണ്ടൊക്കെ വെട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുടിയും ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് ഇവിടെ വെച്ച് ഷോർട്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇരിങ്ങാലക്കുടയ്ക്ക് പോവാം. ലാ ഫെമീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർലറിലേക്കാണ്. ഇവരുടെ പാർലർ ഓൾറെഡി സലൂൺ ഇവിടെ ഉണ്ട് കേട്ടോ, കോണത്തൂന്നുണ്ട്. പക്ഷേ നമ്മൾ ഇരിങ്ങാലക്കുട ഇപ്പോൾ ഒരെണ്ണം പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോണത്. അപ്പോൾ ഒരു ഷോ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പോവും, കട്ട് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാൻ ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് വിളിക്കുന്നൊരു ഓട്ടോറിക്ഷ ചേട്ടനുണ്ട്, അപ്പോൾ ആളെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോസ് എടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. പുറത്ത് പോയിട്ട് എടുക്കുന്ന വീഡിയോ അല്ല, എനിക്ക് കുറച്ച് ചമ്മലുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് അങ്ങനെ ചമ്മലുണ്ടാവാൻ പാടില്ല എന്നാണ്. പക്ഷെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തു, കണ്ടോ, മനസ്സിലാവുണ്ടോ? കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്യണ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഹെയർ കട്ട് ചെയ്യാൻ പോയി, പിന്നെ ത്രെഡിങ് ചെയ്തു. ഇതൊക്കെയായിരുന്നു നമ്മൾ പോയിട്ട് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ കട്ട് ചെയ്തിങ്ങനെ വന്നു. എനിക്കാണെങ്കിൽ മുടി വലുതായി ഇങ്ങനെ വളർമ്പോൾ വിചാരിക്കും ഇങ്ങനെ മുടി വളർത്തണം, കുറേ മുടി ഇങ്ങനെ വെക്കണം എന്നൊക്കെ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് മടുപ്പാവും. അങ്ങനെ എന്താ പറയുക, ഹെയർ കട്ട് ചെയ്യാണ്ട് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാർലറിൽ പോയി, അല്ലെങ്കിൽ സാധാരണ ഞാൻ തന്നെ ഞാൻ കട്ട് ചെയ്ത് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാർലറിൽ പോയി ഒന്ന് കട്ട് ചെയ്തു. അല്ലെങ്കിൽ വൃത്തിയായിട്ട് എനിക്ക് ഷോർട്ടാക്കണമെന്നുണ്ടായിരുന്നു. ഷോർട്ടാക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല, കുറച്ചുകൂടി ഒരു ഇതാക്കണം. പോയി ചെയ്തു. ലാ ഫെമീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സലൂണുണ്ട്, കോണത്തൂന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അവർ ഇരിങ്ങാലക്കുട ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 5-6 മാസമായിട്ടുള്ളൂ അത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ അവിടെ പോയി ചെയ്തു. നമ്മൾ മുന്നേ ഞാൻ ഈ സലൂൺ എനിക്ക് പരിചയമുള്ളൊരു കുട്ടി പറഞ്ഞ് അങ്ങനെ പോയതാണ്. കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്ലി ഇതാണ്. വീഡിയോ എടുക്കണമെന്നൊക്കെ കരുതി, പക്ഷേ ഞാൻ അങ്ങനെ വിട്ടു. അങ്ങനെ പിന്നെ എന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെയാണ് വെച്ചാൽ കുഞ്ഞൊരു വ്ളോഗ്. ഓക്കെ, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് സ്ഥലങ്ങളൊക്കെ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബൈ.